Moto G82 എന്ന് പറയുന്ന മോഡൽ ഏകദേശം 21,999 രൂപയ്ക്കായിരുന്നു ലോഞ്ച് ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും കുറഞ്ഞിട്ട് 19,999 രൂപയ്ക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും കുറഞ്ഞായിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഓക്കെ ആയുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയായിരുന്നു ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അതിൻ്റെ ഒരു അപ്ഗ്രേഡബിൾ ആയുള്ള ഒരു മോഡൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് Moto G84 എന്ന് പറയുന്ന മോഡൽ. അപ്പം ഈ ഒരു മോഡൽ ആക്ച്വലി ഈ ഒരു G82 വെച്ച് നോക്കുന്ന സമയത്ത് ബെറ്റർ ആണോ അല്ലെങ്കിൽ ഒരു അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള മോഡലാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അതും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സിമിലർ ആയിട്ടാണ് വരുന്നത്. 19,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത്. പിന്നെ ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും നോക്കി കഴിയുമ്പം നമുക്ക് 18,000 രൂപയ്ക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. 12 GB വേരിയൻ്റ് ആണ് ഇതിന് വരുന്നത്. ഒറ്റ ഒരു റാം വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ, അതും 12 GB റാം വേരിയൻ്റ് ആണ് ഇതിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്തതിന് ശേഷം എന്തൊക്കെ അപ്ഗ്രേഡ്സ് നിങ്ങൾക്ക് തോന്നി എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ബെറ്റർ ആയിട്ട് തോന്നിയില്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതും പ്രീമിയം ലുക്കും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കിട്ടുന്നുണ്ട്. ബാക്ക് ബോഡി നോക്കുന്ന സമയത്ത് ഒരു ലെതർ ഫിനിഷിംഗ് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. Motorola H40 ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു പ്രീമിയം ലുക്ക് വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു മോഡലും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു 20,000 രൂപ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു പ്രീമിയം സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു ഫീലിംഗ് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ കിട്ടുന്നതായിരിക്കും. ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. G82 നമുക്ക് കർവ്ഡ് ആയുള്ള ഫ്രെയിമും കാര്യങ്ങളായിരുന്നെങ്കിൽ G84 വരുന്ന സമയത്ത് മൊത്തം ഫ്ലാറ്റ് ആയുള്ള ഫ്രെയിമും കാര്യങ്ങളാണ് സൈഡിൽ വരുന്നത്. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ക്യാമറ സെറ്റപ്പ് തന്നെയാണെങ്കിൽ കൂടി നമ്മുടെ G82 വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയുള്ള ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഈ ഒരു G84 കൊണ്ടുവന്നിരിക്കുന്നത്. പഴയ മോഡലിനെക്കാളും കുറച്ചുകൂടെ തിന്നറായുള്ള ആ ഒരു ഡിസൈനിങ് കാര്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 7.6 mm തിക്നെസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വെയിറ്റും അതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അതായത് 168 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. പ്രീവിയസ് മോഡൽ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയുള്ള മോഡൽ തന്നെയാണ് ഈ ഒരു G84 എന്ന് പറയുന്നത്. 6.55 ഇഞ്ചിൻ്റെ ഫുൾ HD+ POLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 10-bit ഡിസ്പ്ലേ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല നമുക്കിനകത്ത് HDR10+ കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേയിലെ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 nits ആയിരുന്നു G82 ഉണ്ടായതെങ്കിൽ ഇതിനകത്ത് നമുക്ക് 1300 nitsൻ്റെ ബിഗ് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. പിന്നെ നമുക്ക് വളരെ തിന്നായുള്ള ബെസൽസും കാര്യങ്ങളാണ് വരുന്നത്. ചിന്നും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതായത് ബോട്ടമിലും ടോപ്പിലും ഉള്ള ചിന്നും കാര്യങ്ങളും വളരെ കുറവാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും നിങ്ങൾക്ക് ഡിസ്പ്ലേയുടെ സൈഡിൽ നിന്ന് കിട്ടുന്നില്ല. നല്ലൊരു ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ 5000 mAh ബാറ്ററിയും നമുക്കിനകത്ത് 33 വാട്ടിൻ്റെ ടെർബോ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങൾ ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. വിത്ത് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടറായുള്ള സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 3.5 mm ഓഡിയോ പോർട്ടും കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഈ ഒരു മോഡലിൽ. IP52 ആയിരുന്നു പഴയ മോഡൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിനകത്ത് IP54 ആണ് റേറ്റിംഗ് കാര്യങ്ങളും ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചിപ്സെറ്റ് നോക്കുന്ന സമയത്ത് അതെ, ഇതൊരു പഴയ ചിപ്സെറ്റാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവരുന്നത്. ഇത് ഒരു പഴയ ചിപ്സെറ്റാണ് എങ്കിലും ഇതിൽ നമുക്കൊരു ഡീസൻ്റ് ആയുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഒരു ഹൈ ലെവലുള്ള പെർഫോമൻസ് ഒന്നും ഈ ഒരു മോഡൽ കിട്ടില്ല. അല്ലെങ്കിൽ ഒരു ഓവറോൾ പെർഫോമൻസിനൊക്കെ ഒരു ഓക്കെ ആയുള്ള ചിപ്സെറ്റാണ്. അത് മാത്രമല്ല നമുക്കിനകത്ത് 12 GB റാം വേരിയൻ്റ് ആണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് 12 GB റാം വേരിയൻ്റ് കിട്ടുന്ന മോഡൽ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. 256 GB സ്റ്റോറേജ് വേരിയൻ്റ് ആണ് വരുന്നത്. ഈ ഒരു ഒറ്റ റാം വേരിയൻറ്റും സ്റ്റോറേജ് വേരിയൻറ്റും ആണ് നമുക്ക് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളൂ. LPDDR4Xൻ്റെ റാമും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അതുപോലെ UFS 2.2ൻ്റെ സ്റ്റോറേജും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ചിപ്സെറ്റിൻ്റെ AnTuTu സ്കോറും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് ഏകദേശം 4 ലക്ഷത്തിനടുത്ത് ഇതിൻ്റെ സ്കോറും കാര്യങ്ങളും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡേ ടു ഡേ പെർഫോമൻസിനൊക്കെ ഈ ഒരു ചിപ്സെറ്റും അല്ലെങ്കിൽ ഈ ഒരു മോഡൽ ഓക്കെയാണ്. യാതൊരു ഇഷ്യൂസും കാര്യങ്ങളില്ല. നിങ്ങൾക്ക് BGMI ഒക്കെ കളിക്കുന്ന സമയത്ത് ഒരു മീഡിയം ഗ്രാഫിക്സിലൊക്കെ ഇട്ട് നിങ്ങൾക്ക് കളിക്കാവുന്നുള്ളൂ. Exynos 1280 എന്ന് പറയുന്ന ആ ചിപ്സെറ്റും അതുപോലെ സ്നാപ്ഡ്രാഗണിൻ്റെ 4 Gen 2 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചിപ്സെറ്റ് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. ഔട്ട് ഓഫ് ബോക്സ് Android 13 കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു ക്ലീൻ ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഒരു വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്ത് തന്നെയാലും അവരുടെ സൈഡിൽ നിന്ന് കുറച്ചുകൂടെ അപ്ഡേറ്റും കാര്യങ്ങൾ നമുക്ക് തരും എന്നാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ക്യാമറ സെറ്റപ്പും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50 MB ഡ്യുവൽ ക്യാമറ സിസ്റ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 8 MBൻ്റെ സെക്കൻഡ് ക്യാമറ കാര്യങ്ങളും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാവുന്ന ഒരു ക്യാമറയാണ്, ഒരു ആവറേജ് ക്യാമറയാണ്. അല്ലാണ്ട് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ കാര്യങ്ങൾ നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. 14 5G ബാൻഡ്സ് കാര്യങ്ങളും ഈ ഒരു മോഡലിൽ സപ്പോർട്ട് ആയിട്ടുണ്ട്. അതുപോലെ NFC കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള മോഡലാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ, ഇതൊരു അപ്ഗ്രേഡബിൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. ചെറിയ കാര്യങ്ങൾ, അതായത് ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ച് പഴയ ചിപ്സെറ്റ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ ഒരു മോഡലിൽ 12 GB റാമും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടാത്തൊരു ഓപ്ഷനാണ്. അതുപോലെ 256 GB സ്റ്റോറേജ് വേരിയൻ്റ് കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ഒരു ഹൈ ലെവലുള്ള എക്സ്പീരിയൻസ് കിട്ടില്ല, ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു പ്രീമിയം ലുക്കിംഗ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് വേർഷൻ വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് G84 എന്ന് പറയുന്ന ഈ ഒരു പുതിയ മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മോഡൽ ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.